എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചോറ് ഉണ്ണാനായിട്ട് ഒരു തക്കാളി വഴറ്റിയെടുക്കുകയാണ്. അതിനാദ്യം ഒരു പകുതി സവോള, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില അതിട്ടിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളകും പൊടി ചേർത്തു, കുറച്ച് മല്ലിപ്പൊടി ചേർത്തു, ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ കുറച്ച് കുരുമുളകും പൊടി ചേർത്തു. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കും. പൊടികളൊക്കെ മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ അതിൽ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടൊമാറ്റോ സോസ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലക്കൂട്ട് മൊത്തം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് വേണം, അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ചെറുതീയിൽ ഇത് ഒരു 5 മിനിറ്റ് നേരം ചെറുതീയിൽ നമ്മൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തക്കാളി നന്നായി വെന്ത് വരും. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയിലെ വെള്ളം ഇറങ്ങി വരുകയിലേക്ക്, വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. തക്കാളി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് വാടും ചെയ്യുമല്ലോ. അപ്പോൾ 5 മിനിറ്റ് മതി ആകെ ഇത് വെന്ത് കിട്ടാൻ. എളുപ്പത്തിലുണ്ടാക്കാം. നമുക്ക് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മളുടെ തക്കാളി റോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ തക്കാളി റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. നല്ല ചൊടിയാണിത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. 5 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പും എരിവ് എല്ലാം കറക്റ്റാണ്.